ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. 12 രാശിയിലുള്ള 27 നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം. മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധ വേണ്ട സമയമാണ്. വാഹനത്തിന് അറ്റകുറ്റപ്പണി ഉണ്ടാകുവാൻ സാധ്യത. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറവുണ്ടാകും. നിസ്സാര കാര്യങ്ങൾക്ക് മനസ്സ് ആകുലപ്പെടും. അവിചാരിതമായി സാമ്പത്തിക നഷ്ടമുണ്ടാകുവാനും സാധ്യത. ത്വക്ക് സംബന്ധമായും നേത്രം, ഉദരം എന്നിവ സംബന്ധിച്ച അസുഖങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും. പരോപകാരങ്ങൾ പലതും ചെയ്യും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരും. കുടുംബാംഗങ്ങളുടെ അനൈക്യം മനസ്സ് വിഷമിപ്പിച്ചേക്കാം. പ്രശ്നപരിഹാരത്തിന് വഴികൾ തെളിഞ്ഞു കിട്ടണമെന്നില്ല. ഊഹക്കച്ചവടത്തിൽ ലാഭം കുറയും. കരാർ പണിയിലേർപ്പെട്ടിരിക്കുന്നവർക്ക് ചെറിയ നേട്ടം പ്രതീക്ഷിക്കാം. കലാകായിക രംഗത്തുള്ളവർക്ക് അഭീഷ്ടസിദ്ധി ഉണ്ടാവും. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക. ഇടവക്കൂർ, കാർത്തികമുക്കാൽ, രോഹിണി, മകീരത്തിൻ്റെ ആദ്യ പകുതി. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും. ഭൂമി ക്രയവിക്രയത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം. ഉദ്യോഗ സംബന്ധമായി സ്ഥാനലബ്ധി ഉണ്ടാവും. വിവര സാങ്കേതിക രംഗത്തുള്ളവർക്ക് സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം. സർക്കാരിൽ മുടങ്ങിക്കിടന്ന ആനുകൂല്യം അനുവദിച്ചു കിട്ടും. വസ്തു വാങ്ങുവാനുള്ള ആഗ്രഹം സഫലമാകും. ഹോട്ടൽ വ്യവസായം, റിയൽ എസ്റ്റേറ്റ്, ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാവും. കലാകായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച അഭീഷ്ടസിദ്ധി ഉണ്ടാവും. ധനം കൈകാര്യം ചെയ്യുന്നവർ കരുതലോടെ കാര്യങ്ങൾ ചെയ്യുക. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും തൃക്കൈവെണ്ണയും നടത്തിക്കൊള്ളുക. മിഥുനക്കൂർ, മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ. സങ്കീർണമായ പ്രശ്നങ്ങൾ സമർത്ഥമായി പരിഹരിക്കുവാൻ സാധിക്കും. മാതൃതുല്യരായവരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും യഥാസമയത്ത് സഹായം ലഭിക്കും. ദൂരദേശ സഞ്ചാരം നടത്തുവാനും യോഗം കാണുന്നു. വിവാഹപ്രായമായവർക്ക് വിവാഹത്തിന് അനുകൂലമായ സമയമാണ്. തൊഴിൽ മേഖലയിൽ സ്ഥാനലബ്ധി ഉണ്ടാവും. റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് വൻ നേട്ടമുണ്ടാക്കാൻ പറ്റും. ട്രാവൽ ടൂറിസം മേഖലയിൽ വൻ നേട്ടം പ്രതീക്ഷിക്കാം. ഊഹക്കച്ചവടത്തിലും ഈ ആഴ്ച സാമ്പത്തികമായി ഉന്നതി ഉണ്ടാവും. കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. ദോഷപരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ കറുകമാലയും അപ്പനിവേദ്യവും നടത്തിക്കൊള്ളുക. കർക്കിടകക്കൂർ, പുണർദം അവസാന പാദം, പൂയം, ആയില്യം. കുടുംബജീവിതത്തിൽ അനുരഞ്ജനം അനിവാര്യമാകും. ബിസിനസ്സുകാർ വലിയ മുതൽ മുടക്കുകൾ നടത്തി ബിസിനസ് വിപുലീകരണം നടത്തരുത്. അപരിചിതരുമായി പണമിടപാടുകളിൽ ഇടപെടാതിരിക്കുക. തൊഴിൽ രംഗത്ത് പലവിധ ബുദ്ധിമുട്ടുകൾ നേരിടും. ഗൃഹനിർമ്മാണത്തിന് തടസ്സങ്ങളുണ്ടാവും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും. സഹോദരന്മാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മനക്ലേശമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരും. ദോഷപരിഹാരമായി ധർമ്മശാസ്താവിന് എള്ളുപായസവും നീരാഞ്ജനവും നടത്തിക്കൊള്ളുക. ചിങ്ങക്കൂർ, മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. ചെലവ് അധികരിക്കുമെങ്കിലും ന്യായമായ വഴികളിലൂടെ ധനം വന്നു ചേരും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ നിറവേറ്റുവാൻ കാലതാമസം നേരിടും. ശാരീരിക മാനസിക പീഡകൾ, ഉദ്യോഗ സംബന്ധമായ സ്ഥാനമാറ്റങ്ങൾ എന്നിവയുണ്ടാവും. അപവാദങ്ങൾ കേൾക്കേണ്ട അവസ്ഥയുണ്ടാവും. സർക്കാർ കാര്യങ്ങൾക്ക് താൽക്കാലികമായി തടസ്സങ്ങൾ നേരിടും. കലാകായിക രംഗത്തുള്ളവർക്ക് അഭീഷ്ടസിദ്ധി ഉണ്ടാവും. ഊഹക്കച്ചവടത്തിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടുകയില്ല. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക. കന്നിക്കൂർ, ഉത്രം മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യ പകുതി. ഭാര്യാഭർത്തൃ കലഹവും സ്ഥാനചലനവും സഞ്ചാരക്ലേശവും ഈ ആഴ്ചയുണ്ടാവും. യാത്രാമധ്യേ വിഘ്നങ്ങളും കലഹവും ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. ഊഹക്കച്ചവടത്തിൽ ധനം നിക്ഷേപിക്കരുത്. നഷ്ടം വരുവാൻ സാധ്യത കാണുന്നു.
അവിവാഹിതർക്ക് വിവാഹകാര്യങ്ങൾ നീണ്ടുപോകും. ദൂരദേശ യാത്രകൾ ആവശ്യമായി വന്നേക്കാം. ഭൂമി ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടുകയില്ല. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാലയും പാൽപ്പായസ നിവേദ്യവും നടത്തിക്കൊള്ളുക. തുലാക്കൂർ ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ. വ്യാപാര രംഗത്ത് പുതുശൈലികൾ കൊണ്ടുവരുവാൻ ശ്രമം നടത്തും. ചില കിട്ടാക്കടങ്ങൾ ഭാഗികമായിട്ടെങ്കിലും തിരിച്ചു കിട്ടും. പുതിയ വസ്തു വാങ്ങുന്നതിനും യോഗം കാണുന്നു. കുടിൽ വ്യവസായം, യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, കരകൗശല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർ, ഹോട്ടൽ വ്യവസായം, ട്രാവൽ ആൻഡ് ടൂറിസം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം. ഭൂമി ക്രയവിക്രയത്തിൽ ലാഭമുണ്ടാവും. കർമ്മരംഗത്ത് അഭീഷ്ടസിദ്ധിയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ദോഷപരിഹാരമായി സർപ്പങ്ങൾക്ക് നൂറും പാലും, തിരി, മഞ്ഞൾപ്പൊടി എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വൃശ്ചികക്കൂർ വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ മാർഗങ്ങൾ തുറന്നു കിട്ടും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും. ഭൂമി ക്രയവിക്രയത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം. കലാകായിക രംഗത്തുള്ളവർക്ക് സാമ്പത്തികമായി ഈ ആഴ്ച ഉന്നതി ഉണ്ടാവും. പോലീസ്, പട്ടാളം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് തൊഴിലിൽ ഉന്നതിയുണ്ടാവും. ഭൂമി സംബന്ധിച്ചുണ്ടായിരുന്ന തർക്കങ്ങൾക്ക് പരിഹാരമാകും. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തിക്കൊള്ളുക. ധനുക്കൂർ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം. മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും മെച്ചപ്പെടും. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും മനസമാധാനവും ഉണ്ടാവും. വിദേശത്ത് താമസിക്കുന്നവർക്ക് നല്ല തൊഴിലിൽ പ്രവേശിക്കുവാൻ പറ്റും. സന്താനങ്ങൾക്ക് വിദേശത്തെ പഠനത്തിനും തൊഴിൽ ലഭിക്കുവാനും യോഗം കാണുന്നു. യന്ത്രങ്ങളിൽ നിന്നും കാർഷിക വ്യാപാര പ്രവർത്തനങ്ങളിൽ നിന്നും സാമ്പത്തികമായി നേട്ടമുണ്ടാവും. രാഷ്ട്രീയ പ്രവർത്തനത്തിന് പ്രതീക്ഷിക്കാത്ത പിൻബലം ലഭിക്കുന്നതാണ്. രക്തസംബന്ധമായും ഉദരസംബന്ധമായും ഉള്ള അസുഖം അലട്ടിക്കൊണ്ടിരിക്കും. ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. മകരക്കൂർ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. അനാവശ്യ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. സഹോദര ഗുണക്കുറവുണ്ടാവും. വ്യാപാര പ്രവർത്തനങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും. മിലിറ്ററി സർവീസ്, പോലീസ് തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷന് സാധ്യത കാണുന്നു. കലാകായിക രംഗത്തുള്ളവർക്ക് അഭീഷ്ടസിദ്ധി ഉണ്ടാവും. കർണസംബന്ധമായ അസുഖം അലട്ടിക്കൊണ്ടിരിക്കും. പൊതുപ്രവർത്തകർക്ക് അനുകൂലമായ അന്തരീക്ഷം വന്നു ചേരും. ബിസിനസ്സുകാർക്ക് ചെറിയ ലാഭം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായി ശ്രീ ധർമ്മശാസ്താവിന് നീരാഞ്ജനവും എള്ളുപായസവും നടത്തിക്കൊള്ളുക. കുംഭക്കൂർ അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. നവസംരംഭങ്ങൾക്ക് ബന്ധുമിത്രാദികളുടെ സഹായം ലഭിക്കും. താൽക്കാലികമായി ധനപരമായ ഏത് കാര്യങ്ങളിലും ഏർപ്പെടുന്നത് ശ്രദ്ധിച്ചു വേണം. വ്യവഹാരങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാവും. ദാമ്പത്യ കലഹം പറഞ്ഞു തീർക്കുവാൻ സാധിക്കും. പൂർവിക സ്വത്ത് അനുഭവയോഗ്യമാകും. കാർഷിക വിളയിൽ നിന്നും കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കാം. തസ്കരശല്യം കരുതിയിരിക്കുക. മനോവിഷമമുണ്ടാകുന്ന പല അവസ്ഥകളും ഉണ്ടാവും. ഊഹക്കച്ചവടത്തിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും. ബിസിനസ് വിപുലീകരണം കുറച്ചൊക്കെ വിജയത്തിലെത്തിക്കുവാൻ പറ്റും. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും കുമാരസൂക്തവും നടത്തിക്കൊള്ളുക. മീനക്കൂർ പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. വ്യാപാര രംഗത്ത് സ്വീകരിച്ച പുതിയ പരീക്ഷണങ്ങൾ വിജയത്തിലെത്താൻ കാലതാമസം നേരിടും. കരാർ പണികൾ പുതുക്കി കിട്ടുന്നതാണ്.
സർക്കാർ നടപടികൾ അനുകൂലമായി തീരും. ഉദ്യോഗസ്ഥർക്ക് അമിത ജോലിഭാരമുണ്ടാവും. സന്താനങ്ങളുടെ വിദേശ പഠനത്തിനു വേണ്ടി ധനം കണ്ടെത്തേണ്ടി വരും. കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. ധനവ്യയം അധികരിച്ചിരിക്കും. അന്യദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് രേഖാപരമായ തടസ്സങ്ങൾ ഉണ്ടാവും. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വാരം നേരുന്നു.